PM വികാസ് പദ്ധതിയുടെ ഭാഗമായി ന്യൂനപക്ഷ സമുദായ അംഗങ്ങൾക്കായി നൈപുണ്യ പരിശീലന വനിതാ സംരംഭകത്വ പരിശീലന പരിപാടിക്ക് വലവൂർ IIITയിൽ തുടക്കമായി. കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ഉദ്ഘാടനം ചെയ്തു. 450 പേർക്കുള്ള പരിശീലനമാണ് ആദ്യഘട്ടത്തിൽ നൽകുന്നത്. പ്രധാനമന്ത്രി വിരാസത് കാ സംവർദ്ധൻ പദ്ധതിക്ക് കീഴിൽ നൈപുണ്യ പരിശീലന വനിതാ സംരംഭകത്വ വികസന പദ്ധതിയാണ് വലവൂരിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജിയിൽ ആരംഭിക്കുന്നത്. PM വികാസ് പദ്ധതിയുടെ ഭാഗമായി കേരളത്തിലെ ന്യൂനപക്ഷ സമുദായങ്ങളിലെ 450 ഉദ്യോഗാർത്ഥികൾക്കുള്ള പരിശീലന പദ്ധതി ഏറ്റെടുക്കാനുള്ള ചുമതലയാണ് IIITയെ ന്യൂനപക്ഷ മന്ത്രാലയം ഏൽപ്പിച്ചിരിക്കുന്നത്. PM വികാസ് പദ്ധതിയുടെ ലക്ഷ്യങ്ങൾക്കനുസൃതമായി ഭാവിയിൽ ഉപയോഗപ്പെടുത്താനാകുന്ന കഴിവുകളും സംരംഭക കഴിവുകളും പ്രദാനം ചെയ്യുന്നതിന് രൂപകൽപ്പന ചെയ്താണ് ഈ പദ്ധതി നടപ്പാക്കുന്നത്. 150 യുവാക്കൾക്ക് ഇന്റർനെറ്റ് ഓഫ് തിങ്സ് എന്ന ഉയർന്ന തൊഴിൽ സാധ്യതയുള്ള പുതിയ സാങ്കേതിക മേഖലയിൽ പരിശീലനം നൽകും. സ്വന്തം സംരംഭങ്ങൾ ആരംഭിക്കാൻ പ്രാപ്തരാക്കുന്നത് ലക്ഷ്യമിട്ട് 300 സ്ത്രീകൾക്ക് നേതൃത്വ സംരംഭകത്വ വികസന പരിപാടി സംഘടിപ്പിക്കും. പദ്ധതിയുടെ ഉദ്ഘാടനവും ധാരണാപത്രം ഒപ്പിടലുമാണ് IIITയിൽ നടന്നത്. ഇന്ത്യയിലെ വിജ്ഞാപനം ചെയ്യപ്പെട്ട 6 ന്യൂനപക്ഷ സമൂഹങ്ങളുടെ സാമൂഹ്യ സാമ്പത്തിക വികസനത്തിന് പിന്തുണയേകാൻ മന്ത്രാലയത്തിന്റെ മുൻകാല നൈപുണ്യ വിദ്യാഭ്യാസ സംരംഭങ്ങളെ ഏകീകൃത സംവിധാനത്തിലേക്ക് സംയോജിപ്പിക്കുന്നതിനാണ് PM വികാസ് പദ്ധതിയുടെ കീഴിൽ വിവിധ സംരംഭങ്ങൾ നടപ്പാക്കുന്നത്. IIITയിൽ നടന്ന സമ്മേളനത്തിന്റെ ഉദ്ഘാടനവും MOU സൈനിങ് ഹാൻഡ് ഓവർ സെറിമണിയും കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ നിർവഹിച്ചു. ഭാവി വികസനത്തെക്കുറിച്ച് ഒരു വിഷൻ എല്ലാവർക്കും ഉണ്ടാവണമെന്നും ടെക്നോളജിയും ലീഡർഷിപ്പും എന്റർപ്രണർഷിപ്പും വിജയത്തിന് ആവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇത്രയും വരെയും നമ്മളെല്ലാം ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാം ജോബ് സീക്കേഴ്സ് ആയിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഒരു മാനസികാവസ്ഥയിലായിരുന്നു. എന്തുകൊണ്ട് ജോബ് പ്രൊവൈഡേഴ്സ് ആയിക്കൂടാ എന്നുള്ള ഒരു സങ്കല്പത്തിൽ നിന്നാണ് അത് വരുന്നത്. അത് ലീഡർഷിപ്പ് ആൻഡ് എന്റർപ്രണർഷിപ്പ്. ഒരു കാലഘട്ടത്തിൽ നമ്മുടെ തലമുറ ചിന്തിച്ചിരുന്നില്ല, എൻ്റെ തലമുറ ചിന്തിച്ചിരുന്നില്ല. യുദ്ധം നടക്കുമ്പോൾ അതിൻ്റെ ഫ്ലൈറ്റ് അത് സ്ത്രീകൾ കൊണ്ടുപോയിട്ട് ബോംബിടും, അല്ലെങ്കിൽ അവർ പറപ്പിക്കും. ഈ കഴിഞ്ഞ യുദ്ധത്തിൽ അവരെ പറപ്പിച്ചു. ആ രീതിയിലേക്ക് മാറിയിരിക്കും. അതുപോലെ സ്റ്റാർട്ടപ്സ്, ധാരാളം സ്റ്റോറികൾ വരുന്നുണ്ട്. ഏറ്റവും കൂടുതൽ കൃത്യതയോടുകൂടി ചെയ്യുന്നത് സ്ത്രീകളാണ്. അപ്പോൾ ആ സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ വരുന്നത്. നേരത്തെ നൈ രോഷിനി എന്ന് പറയുന്ന സ്കീമാണ്. സബ്കാ വികാസ്, സബ്കാ വിശ്വാസ്, സബ്കാ പ്രയാസ്. ഇതിൽ അവസാനത്തെ എന്താണ്? അതാണ് ഇവിടെ നമ്മൾ ഉപയോഗിക്കേണ്ടത്. എല്ലാവരുടെയും അധ്വാനമാണ്. ഞാൻ പറഞ്ഞില്ലേ, ഓരോ വ്യക്തിയുടെയും ഓരോ കുടുംബത്തിൻ്റെയും ആ വരുമാനം വർദ്ധിപ്പിക്കണമെങ്കിൽ ഓരോരുത്തരുടെയും അധ്വാനം ആവശ്യമാണ്. ഓരോരുത്തരുടെ അധ്വാനത്തോടു കൂടി മാത്രമേ ഈ രാജ്യം പുരോഗമിക്കുള്ളൂ. നിങ്ങളുടെ കുടുംബങ്ങളിലേക്ക് വരുമാനം വരികയുള്ളൂ. സബ്കാ പ്രയാസ് എന്ന് പറയുന്ന എല്ലാവരുടെയും ശ്രമമാണ്, എല്ലാവരുടെയും അധ്വാനമാണ്. അപ്പോൾ തീർച്ചയായിട്ടും പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിഭാവന ചെയ്യുന്ന ആ വികസിത ഭാരതത്തിലേക്ക്, അത് നയിക്കുന്ന ലീഡേഴ്സിലേക്ക് നിങ്ങളെയെല്ലാം സ്വാഗതം ചെയ്തുകൊണ്ട്, ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. സയൻസുമായി ബന്ധപ്പെട്ടാണ് ഭാവി രൂപപ്പെടുന്നതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. സമ്മേളനത്തിൽ IIIT രജിസ്ട്രാർ ഡോക്ടർ M രാധാകൃഷ്ണൻ സ്വാഗതം ആശംസിച്ചു. കേന്ദ്ര മൈനോറിറ്റി അഫയേഴ്സ് സെക്രട്ടറി ഡോക്ടർ ചന്ദ്രശേഖർ കുമാർ മുഖ്യപ്രഭാഷണം നടത്തി. IIIT AIC പ്രിൻസിപ്പൽ ഇൻവെസ്റ്റിഗേറ്റർ ഡോക്ടർ ഷാജുലിൻ ബെനഡിക്റ്റ് നന്ദി പ്രകാശനം നിർവഹിച്ചു. സ്റ്റാർ വിഷൻ ന്യൂസ്, പാലാ.